സൂപ്പർ ടേസ്റ്റാ. വായിൽ കപ്പലൊടിക്കാനുള്ള വെള്ളം വരണേ. ഫ്ലൈം ബേഡ്സിലേക്ക് ഏവർക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലൊക്കെ മാങ്ങയുടെ സീസൺ ആയല്ലോ അല്ലേ? അപ്പോൾ ഇവിടെയും ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് മാങ്ങയുണ്ട്. പലതരം വെറൈറ്റികളായിട്ടുള്ള മാവുകളുണ്ട്. അപ്പം മാങ്ങകൾ ഒരുപാട് കിട്ടി തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ ജ്യൂസ് അടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കണ്ണിമാങ്ങ അച്ചാർ ഇടുന്നുണ്ട്, ഉപ്പിലിടുന്നുണ്ട്, മാങ്ങ കറി വെക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് കുറച്ചധികം പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ മാങ്ങക്കാലത്ത് മാമ്പഴ പുളിശ്ശേരി ഇല്ലാണ്ട് എങ്ങനെയല്ലേ? അപ്പോൾ ഈ മാമ്പഴ പുളിശ്ശേരിയാണ് ഇന്ന് കാണിക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ഈ മാമ്പഴ പുളിശ്ശേരി. പക്ഷെ അത് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടാണ് കുറേ പേര് ചെയ്യുക. പക്ഷേ ഇതിന് കുറച്ച് ചേരുവകൾ മതി. അത് വെച്ചിട്ട് നല്ലൊരു സ്വാദിഷ്ടമായൊരു മാമ്പഴ പുളിശ്ശേരിയാണ് ഇന്ന് കാണിക്കുന്നത്. പുളിശ്ശേരി വെക്കണ മാങ്ങയാണ്. ഞാനൊരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. 2 എണ്ണം വെച്ച് എല്ലാവർക്കും കഴിക്കാൻ മാതിരി. നല്ല അടിപൊളി പഴുത്ത് ഇരിക്കണ മാങ്ങയാണ് കേട്ടോ. നല്ല മധുരമുള്ള മാങ്ങ ഇത്. ഈ മാങ്ങയിലേക്ക് നാളികേരമാണിത്. വലിയൊരു നാളികേരം ചിരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പുളിക്ക് തൈര്, പിന്നെ ഇതിന് എരിവിനായിട്ട് പച്ചമുളകും ഉണ്ട്, കുറച്ച് മുളക് പൊടി, പിന്നെ കളറായിട്ട് മഞ്ഞൾപ്പൊടിയും, പിന്നെ മധുരം കൂട്ടാനായിട്ട് നമ്മൾ ശർക്കരയാണ് എടുത്ത് വെച്ചേക്കണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ മാങ്ങകളൊക്കെ തൊലി മാറ്റിയിട്ട് നമുക്ക് ഈ വലിയൊരു ചട്ടിയിലേക്ക് മാറ്റാം. മാങ്ങ ഇപ്പം അതേ തോലൊക്കെ അടർത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ആ തോലൊക്കെ ഒന്ന് തിരുമ്മി അതിൻ്റെ ആ ചാറും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ, പിന്നെ 2 പച്ചമുളക് കീറിയിടുന്നുണ്ട്. പിന്നെ കല്ലുപ്പാണ് ഇടുന്നത്. കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മാങ്ങ ആദ്യം തന്നെ വേവിച്ചെടുക്കാം. മാങ്ങ നന്നായി വേവണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ പ്രാവശ്യത്തെ കുക്കിംഗ് അടുപ്പിൽ തന്നെയാണ്. തീ കത്തിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മാങ്ങ വേവിക്കാൻ വെച്ചേക്കാണ്. ഇനി വേവട്ടെ. മൂടി വയ്ക്കാം. ഈ മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 രസങ്ങൾ ചേർന്നിട്ടുള്ളൊരു കറിയാണ്. 6 രസം ഉണ്ടാവും അതിൽ. എരിവും പുളിയും ഉപ്പും മധുരവും ചവർപ്പും എല്ലാം ചേർന്നിട്ടുള്ളൊരു 6 രസമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് നമ്മൾ ഇനി തയ്യാറാക്കണം. മാങ്ങയ്ക്ക് ഓൾറെഡി മധുരം ഉണ്ട്, എന്നാലും നമ്മൾ ശർക്കരയും കൂടിയും അതിലേക്ക് ഒഴിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശർക്കര ആദ്യം തന്നെ പാനിയാക്കാൻ പോവാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് തിളപ്പിക്കാം. അതുപോലെ തന്നെ ഇതിലേക്കുള്ള അരപ്പും ഇതിൻ്റെ ഇടയിൽ റെഡിയാക്കാം. ഒരു നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം, നല്ല ജീരകം, അധികം വേണ്ട, കുറച്ച് മതി, 1 സ്പൂൺ ജീരകവും, പിന്നെ പുളിക്ക് ഒരു കപ്പ് തൈരും ചേർത്തിട്ട് അരയ്ക്കാൻ പോവാണ് കേട്ടോ. നന്നായി നല്ല പേസ്റ്റ് പരുവത്തിൽ അരയ്ക്കണം. അപ്പം നമുക്ക് നാളികേരം അരച്ചെടുക്കാം. അത്യാവശ്യം വലുപ്പമുള്ള നാളികേരം എടുത്തേക്കണേ, കാരണം അത്യാവശ്യം കറി ഉണ്ട്. അപ്പം ഇതിൽ വെള്ളമല്ല നമ്മൾ ഒഴിക്കണത്, തൈര് ഒഴിച്ചിട്ടാണ് ഇത് അരയ്ക്കണത്. നല്ലോണം പേസ്റ്റാക്കി കൊണ്ടുവരാം. ഈ മാങ്ങയിലേക്ക് ശർക്കര പാനിയാക്കി ഇത് ഒഴിക്കുകയാണ്. മാങ്ങ നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടി പിടിക്കും.
ഇനി നന്നായി വറ്റി വരട്ടെ. ഇതിലേക്ക് നമ്മുടെ അരപ്പ്, നാളികേരവും ജീരകവും അരച്ച അരപ്പ്. നമ്മുടെ മാമ്പഴം ഇവിടെയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കടുക് താളിച്ചിട്ടാൽ മതി. തള വന്നിട്ടുണ്ട്. കടുക് താളിക്കാനായിട്ട് നെയ്യാണ് ഒഴിക്കണം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നെയ്യിൽ വേണം കടുക് വറുക്കാൻ. കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഉലുവയും കൂടി ഇടുന്നുണ്ട്. കറിവേപ്പിലയും ഉണക്കമുളകും. അങ്ങനെ നമ്മുടെ 6 രസങ്ങളോട് കൂടിയ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ അമ്മ എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ വെള്ളം വരാം. ഈ കറി ഉണ്ടല്ലോ, ഈ പുളിശ്ശേരി നന്നായി തണുത്തതിന് ശേഷം കഴിക്കാൻ പാടുള്ളൂ. ഇപ്പം നന്നായി തണുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. വേറൊരു കറികളും ഇതിലേക്ക് ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. കൊണ്ടാട്ടമുളക് എടുത്തിട്ടുണ്ട്, പപ്പടം എടുത്തിട്ടുണ്ട്, പിന്നെ കടലക്കറിയും ഉണ്ട്. വേറെ ഒരു കറിയും വേണ്ട സത്യം പറഞ്ഞു. പപ്പടവും വേണ്ട, കൊണ്ടാട്ടം ഒന്നും വേണ്ട. ഈ ഒരു ഒറ്റ കറി മതി. സൂപ്പർ ടേസ്റ്റാ. വായിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളം വരണേ. ഇതിൻ്റെ എല്ലാ സൈഡിൽ കൂടെയും വെള്ളം ഇങ്ങനെ വരാം. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങളൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത്, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കൊതി കാരണം എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഞാൻ തിന്നട്ടെ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ.